ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം അകലെയായി നല്ല വലിയ വിട്ടായിട്ടുള്ള ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി വരുന്ന 4,220 സെൻറ്റ് സ്ഥലവും 1,783 സ്ക്വയർ ഫീറ്റുള്ള ഓണർ 74 ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ ഗേറ്റ് വരുന്നത് 15 അടി വീതിയിലാണ് ഗേറ്റ് വരുന്നത്. അത് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലാണ് നല്ല സ്ക്വയർ ട്യൂബിലാണ് ഗേറ്റ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നമുക്കിവിടെ 2 വണ്ടി വലിയ ഒരു SUV പോലുള്ള 2 വാഹനം ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ മിറ്റം വിരിച്ചിരിക്കുന്നത് കടപ്പ കല്ലുകളും കൂടാതെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ ഇവിടെ വടക്ക് കിഴക്കേ മൂലയിലേക്ക് മാറ്റി നമുക്ക് നല്ലൊരു കിണർ സംവിധാനവും ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ KWD വാട്ടർ കണക്ഷൻ കിട്ടാവുന്ന രീതിയിലുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കൂടെ വാട്ടർ കണക്ഷനൊക്കെ പോകുന്നതാണ്. അത് വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള പൈപ്പുകളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വീടിൻ്റെ ദർശനമൊക്കെ നമുക്ക് നോക്കാം. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ട് ആണ് വീടിൻ്റെ ദർശനം വരുന്നത്. കൂടാതെ സിറ്റ് ഔട്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഫ്രണ്ട് ഡോറായിട്ട് വരുന്നത് തേക്ക് മരത്താൽ നിർമ്മിച്ച ഫ്രണ്ട് ഡോറാണ് വരുന്നത്. അത് നമുക്ക് ഡബിൾ പാളിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ലിവിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല സെറ്റിയൊക്കെ ഇടാവുന്ന രീതിയിലുള്ള ലിവിങ് സ്പേസാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല മനോഹരമായൊരു TV യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നല്ല വിശാലമായ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 5-6 പേർക്ക് ഈസി ആയിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള സെപ്പറേഷനായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ അതിന് അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ വരുന്നുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നല്ല ഓപ്പൺ കൺസെപ്റ്റുള്ള കിച്ചണിലാണ്. കൂടാതെ നമുക്കിവിടെ കിച്ചൻ്റെ ഇവിടെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ താഴെയും മുകളിലുമായിട്ട് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചണിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ ഒരുപാട് വലിപ്പമുള്ളതല്ല, മീഡിയം വലിപ്പത്തിലാണ് വർക്ക് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ മുകളിലും താഴെയുമായിട്ട് നല്ല കബോർഡ് വർക്കുകളും നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് താഴെ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല വാർഡ്രോബ്സുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. കൂടാതെ സൈഡിലേക്ക് മാറി ഒരു ഡ്രസ്സിംഗ് ടേബിളും നമുക്കിവിടെ വരുന്നുണ്ട്. കൂടാതെ ഇവിടെയും നമുക്ക് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ വരുന്നുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ബാത്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് നമുക്ക് സെറയുടെയും ഒക്കെ ഫിറ്റിങ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ്. നമുക്ക് സൈഡിലേക്ക് ഒതുക്കിയാണ് സ്റ്റെപ്പുകൾ ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വുഡിൻ്റെ പാനൽ വുഡാണ് സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വരുന്നത് നമുക്ക് സ്ക്വയർ ട്യൂബിലും ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഇവിടെ നല്ല പറഗോള സംവിധാനമുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വീട് നല്ല രീതിയിലുള്ള വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് പറഗോള സംവിധാനം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നല്ല രീതിയിലുള്ളൊരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്മളെ TV യൂണിറ്റോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഓഫീസ് സ്പേസിനും എല്ലാത്തിനും യൂസ് ആവുന്ന രീതിയിലാണ് അപ്പർ ലിവിങ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ബെഡ്റൂമിലേക്കാണ്. മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ വീടിന് മൊത്തം 3 ബെഡ്റൂമാണ്. മുകളിൽ 2 ബെഡ്റൂമും താഴെ 1 ബെഡ്റൂം, അങ്ങനെ 3 ബെഡ്റൂമാണ് വരുന്നത്. നല്ല വലിപ്പമുള്ള രീതിയിലാണ് ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്.
ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. നമുക്ക് നല്ല ഫിറ്റിങ്സും കളറും കോമ്പിനേഷൻ ടൈലുകളും ഒക്കെയാണ് ഈ ബാത്റൂമിനും നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാം. ആ രീതിയിലാണ് ഈ ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. നല്ല ടൈൽസുകളൊക്കെ നല്ല നല്ല ടൈലുകളാണ്, ഡിസൈനിലുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ വാഷ് ബേസിൻ കൗണ്ടറും നമുക്കിവിടെ ഈ ബാത്റൂമിലായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് ഒരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി സ്പേസ് ഒരുപാട് വലിപ്പമുള്ളതല്ല, എന്നാലും വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും നമുക്ക് ഇവിടെ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് 10 കിലോമീറ്ററും, കൂടാതെ പ്രപ്പോസ്ഡ് പുതിയ ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം ഏകദേശം ഒരു 4 കിലോമീറ്ററും, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഒരു 3.5 കിലോമീറ്ററും ദൂരമാണ് വരുന്നത്. 220 സെൻറ്റ് ലാൻഡും 1783 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 74 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിൾ ആണ്. കൂടാതെ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.